നമ്മൾ അതിൻ്റെ വേവ് ഫോംസ് ആണ്. ഇങ്ങനെയാണ് ഓരോ ബ്ലോക്കിൻ്റെയും വേവ് ഫോം വരുന്നത്. ഫസ്റ്റ് നമ്മൾ ഇൻപുട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു CT സിഗ്നലാണ്. ഓക്കെ, ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നലാണ്. അപ്പോൾ അതിനാണെങ്കിൽ നമ്മൾ സാമ്പിൾ ആൻഡ് ഹോൾഡ് സാമ്പിളിംഗ് സിഗ്നൽ യൂസ് ചെയ്യും. സാമ്പിളിംഗ് സിഗ്നൽ അത് മീൻസ് പൾസ് ജനറേറ്റർ യൂസ് ചെയ്യും. പൾസ് ജനറേറ്റർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈക്വൽ ആയിട്ടുള്ള പൾസസ് ജനറേറ്റ് ചെയ്യും. ഓക്കെ, ഈക്വൽ സാമ്പിൾസ് പൾസ് ജനറേറ്റ് ചെയ്യും. ഇത് പൾസ് ജനറേറ്റർ ആണ്. അപ്പോൾ നമ്മളിവിടെ ഡയഗ്രത്തിൽ ഇൻപുട്ടായിട്ട് കൊടുക്കുന്നത് ഒരു ലോ പാസ് ഫിൽറ്റർ ആണ്. അതാണ് ഫസ്റ്റ് വരച്ചിരിക്കുന്ന ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ. ഇനി സാമ്പിൾ ആൻഡ് ഹോൾഡ്. ഇപ്പോൾ സാമ്പിൾ ആൻഡ് ഹോൾഡിന് നമുക്ക് പൾസ് ജനറേറ്റർ വേണം. പൾസ് ജനറേറ്റർ ആണ് ഇത് വരച്ചിരിക്കുന്നത്. ഇനിയിപ്പം പൾസ് ജനറേറ്റർ നെക്സ്റ്റ് നമ്മൾ സാമ്പിളിംഗ് ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് നടക്കും. ഓക്കെ, ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് അതായത് സാമ്പിൾ ആൻഡ് ഹോൾഡ് സർക്യൂട്ടിൻ്റെ ഔട്ട്പുട്ടാണ് നമ്മൾ നെക്സ്റ്റ് വരയ്ക്കുന്നത്. പൾസ് ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ ആണ്. അപ്പം പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്യും നമ്മുടെ മെസ്സേജ് സിഗ്നലിന് കറസ്പോണ്ടിങ് ആയിട്ട്. ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിങ്ങിൻ്റെ ഔട്ട്പുട്ടാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് കോണ്ടൈസ്ഡ് ആണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ 4 ലെവൽസ് വെച്ചിട്ടാണ് കോണ്ടൈസ് ചെയ്യുന്നത്. അതായത് 0 0 0 1 1 0 1 1. 0 0 കറസ്പോണ്ട് ടു 0 0 1 1 1 0 2 1 1 3. ഇതിനകത്ത് ഏറ്റവും ലോ ആയിട്ടുള്ളതിന് നമ്മൾ എന്തായിട്ട് കൊടുക്കും? അത് 0 ആയിട്ട് അസൈൻ ചെയ്യും. ഓക്കെ, ഇവിടെ അതുപോലെ ഇവിടെ 4 ലെവൽസ് ഉണ്ട്. 0th ലെവല്. പിന്നെ ഇത് നമ്മൾ 1 ആയിട്ട് കൊടുക്കും, ഇത് 2 ആയിട്ട് കൊടുക്കും, ഈ ആംപ്ലിറ്റ്യൂഡ് 3 ആയിട്ട് കൊടുക്കും. ഓക്കെ, അങ്ങനെ 0 1 2 3 അങ്ങനെ 4 ലെവൽസ് ആയിട്ട് ഇത് നമ്മൾ കോണ്ടൈസ് ചെയ്യും. അപ്പോൾ അതിൻ്റെ വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റ് 0. ഇനി ഈ ഒരു ലെവൽ ഉണ്ടല്ലോ. ഓക്കെ, അപ്പോൾ ആ ലെവലിന് നമ്മൾ എന്ത് വാല്യൂ കൊടുക്കും? ഈ താഴത്തിന് നമ്മൾ 0 0 എന്ന് കൊടുക്കും. അടുത്ത നെക്സ്റ്റിന് 0 1 എന്ന് കൊടുക്കും. അപ്പോൾ ഇവിടെ എത്തി. ഇനി നെക്സ്റ്റ് ഈ ഒരു ലെവൽ ഉണ്ടല്ലോ, ആ ലെവലിന് നമ്മൾ ലെവൽ 1 0 എന്ന് കൊടുക്കും. ഈ ടോപ്പ് വരുന്നതിന് നമ്മൾ 1 1 എന്ന് കൊടുക്കും. ഓക്കെ, ഇങ്ങനെ വരും. ഇനി ഈ ആംപ്ലിറ്റ്യൂഡ് ഏകദേശം സെയിം ആണ്. അപ്പോൾ അത് ആ ഫോമിൽ വരും. ഇനി നെക്സ്റ്റ് ഇതും അപ്രോക്സിമേറ്റ് ആയിട്ടുള്ളതിന് നമ്മൾ കോണ്ടൈസ് ചെയ്ത് ഈ ഒരു ഫോമിലാക്കും. എഗെയിൻ എന്താ വരുന്നത്? അത് 0 വരും. ഓക്കെ, ഇത് റിപ്പീറ്റ് ചെയ്യും. ഈ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കോണ്ടൈസ്ഡ് ഔട്ട്പുട്ട് ആണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ കോഡ് വേർഡ്സ് എഴുതുമ്പോഴത്തേക്ക് ഈ ലോവറിനകത്ത് നമ്മൾ എന്താ കൊടുത്തത്? 0 0 എന്ന് കൊടുത്തത്. ഇനി ഇതിനെന്താ കൊടുത്തത്? നമ്മൾ 0 1 എന്ന് കൊടുത്തു. ഇതിനെന്ത് കൊടുത്തു? ഇതിന് 1 0 എന്ന് കൊടുത്തു. ടോപ്പിന് എന്ത് കൊടുത്തു? 1 1 എന്ന് കൊടുത്തു. എഗെയിൻ ഇതിനെന്ത് കൊടുത്തു? 1 0. ഇതിനെന്ത് കൊടുത്തു? 0 1. 0ക്ക് എന്ത് കൊടുത്തു? 0 0. അപ്പോൾ ഇങ്ങനത്തുള്ള കോഡ് വേർഡ്സ് ആയിട്ടായിരിക്കും എന്ത് കിട്ടുന്നത്? നമ്മുടെ PCMന്റെ ഔട്ട്പുട്ട് വരുന്നത്. കോഡ് വേർഡ്സ് ആയിട്ടായിരിക്കും ആ കോണ്ടൈസ്ഡ് ഔട്ട്പുട്ട് വരുന്നത്. നമ്മളിവിടെ എക്സ്പ്ലെയിൻ ചെയ്ത് ലോ പാസ് ഫിൽറ്റർ സാമ്പിൾസ് പൾസ് സാമ്പിൾസ് വരച്ചു. അതിന് ശേഷം അതിൻ്റെ ഔട്ട്പുട്ട് പൾസ് PAM വഴി അതിൻ്റെ ഔട്ട്പുട്ട് കിട്ടി. അതിനെ നമ്മൾ കോണ്ടൈസ് ചെയ്ത് കോഡ് വേർഡ്സ് ആയിട്ടായിരിക്കും നമുക്ക് ഔട്ട്പുട്ട് ഉണ്ട്. അപ്പോൾ ആ കോണ്ടൈസ് ചെയ്ത് അതിന് കോഡ് വേർഡ്സിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് എൻകോഡറിൻ്റെ യൂസ് ആണ്. എൻകോഡർ ആണ് ഇതിനിങ്ങനെ കോഡ് വേർഡ്സ് അസൈൻ ചെയ്തിട്ട് ഇങ്ങനെ 0 0 0 1 1 0 1 1 അങ്ങനെയുള്ള വാല്യൂസ് അസൈൻ ചെയ്യുന്നത്. അത് ഏതാ ചെയ്യുന്നത്? എൻകോഡർ ആണ് അതിൻ്റെ ആ ഒരു കൺവേർഷൻസ് അല്ലെങ്കിൽ എൻകോഡിങ് പ്രോസസ്സ് ചെയ്യുന്നത്. ഞാൻ ഒന്നുകൂടെ പറയാം. വേവ് ഫോം ഒരു കണ്ടിന്യൂസ് ടൈം സിഗ്നൽ എടുത്തു. നമ്മൾ സാമ്പിൾ ചെയ്യാൻ വേണ്ടി ഈക്വലി സാമ്പിൾസ് ജനറേറ്റർ ഡ്രോ ചെയ്തു. അതിനുശേഷമുള്ള ഫ്ലാറ്റ് ടോപ്പ് സാമ്പിളിംഗ് നടത്തി. ഇപ്പം ഇതിൻ്റെ ആംപ്ലിറ്റ്യൂഡ് കറസ്പോണ്ടിങ് ആയിട്ട് ഈ പൾസിൻ്റെ ആംപ്ലിറ്റ്യൂഡ് വേരി ചെയ്തു. അപ്പോൾ ഇതാണ് സാമ്പിൾഡ് ഔട്ട്പുട്ട്. നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്തു? കോണ്ടൈസ് ചെയ്തു. ഇവിടെ കോണ്ടൈസ് ചെയ്യുന്ന 4 ലെവലായിട്ടാണ് 0 1 2 3 ഡിഫറെൻറ്റ് കോണ്ടൈസേഷൻ ലെവൽസ് നമുക്ക് എടുക്കാൻ പറ്റും. ഇവിടെ ഞാൻ 4 ആണ് ലെവൽസ് എടുത്തത്. അപ്പം
4 ലെവൽസ് എടുത്തിട്ട് ഈ ബിറ്റ്സ് വെച്ചിട്ട് എന്ത് ചെയ്തു, എൻകോഡ് ചെയ്തു. അപ്പൊ ഇവിടെ ഏറ്റവും ലോ ലെവലിന് 00, അതിനേക്കാൾ ഹയർ ആയിട്ടുള്ളതിന് 01, പിന്നെ 1011. സിമിലർ ആയിട്ട് ഇപ്പം രണ്ടും സെയിം വരണമെന്നില്ല, ഏകദേശം സിമിലർ ആയിട്ട് വരുന്നതിന് നമ്മൾ ആ ഒരു ലെവലിലേക്ക് കോണ്ടൈസ് ചെയ്ത് എൻകോഡ് ചെയ്ത് പിന്നെ കോഡ് വേർഡ് ആയിട്ടായിരിക്കും നമുക്ക് എന്തിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്, നമ്മളുടെ A to D കൺവേർട്ടറിന്റെ ഔട്ട്പുട്ട് കിട്ടുന്നത്. അപ്പൊ ഇത് നമുക്ക് പാരലൽ ആയിട്ടാണ് ഈ ഔട്ട്പുട്ട് കിട്ടുന്നത്. അതിന് നമ്മൾ എന്ത് ചെയ്യും, സീരിയലിലേക്ക് കൺവേർട്ട് ചെയ്യും. അങ്ങനെ കോഡ് വേർഡ്സ് ആയിട്ടായിരിക്കും ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഇതാണ് ഒരു പൾസ് കോഡ് മോഡുലേഷന്റെ ട്രാൻസ്മിറ്റർ. നമ്മൾ ഇന്നത്തെ ഈ ഫസ്റ്റ് പാർട്ടിൽ പൾസ് കോഡ് മോഡുലേഷൻ എന്താന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ അതിന്റെ ഔട്ട്പുട്ട് കോഡ് ഫോംസിലായിരിക്കും വരുന്നത്. അതിന്റെ ബ്ലോക്ക് ഡയഗ്രത്തിനകത്ത് 3 എലമെന്റ്സ് ആണ് വരുന്നത്. അതിന്റെ ട്രാൻസ്മിറ്ററിനകത്ത് ഹാർഡ് പോർഷൻ ആയിട്ട് വരുന്നത് സാമ്പിൾ ആൻഡ് ഹോൾഡ്, കോണ്ടൈസർ, എൻകോഡർ ആണ്. അപ്പം സാമ്പിൾ ആൻഡ് ഹോൾഡ് അതിന് ഡിജിറ്റൽ ഫോം, അതിന്റെ ഡിജിറ്റൽ ഫോമിലാക്കും. കോണ്ടൈസർ ഡിഫറെന്റ് കോണ്ടൈസർ ലെവൽസ് കൊടുത്ത് എൻകോഡ് ചെയ്ത് അതിന്റെ ഔട്ട്പുട്ട് കോഡ് വേർഡ്സ് ആയിട്ട് കിട്ടും. അതുപോലെ അതിന്റെ വേവ് ഫോമിനകത്ത് ഈ വേവ് ഫോം കൂടെ ഡ്രോ ചെയ്യുക. ഓക്കെ, കോണ്ടൈസ്ഡ് ഔട്ട്പുട്ട്. ഇനി നെക്സ്റ്റ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ഈ PCMന്റെ റിസീവർ ആണ് അല്ലെങ്കിൽ ഡീകോഡർ ആണ്. ഡീകോഡർ നമ്മൾ ട്രാൻസ്മിറ്റർ അറിയാണെങ്കിൽ അതിന്റെ ജസ്റ്റ് റിവേഴ്സ് പ്രോസസ് ആണ് റിസീവർ അല്ലെങ്കിൽ ഡീകോഡറിൽ വരുന്നത്. അപ്പം ഡീകോഡറിനകത്ത് ഫസ്റ്റ് വരുന്ന പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇൻപുട്ട് എന്തായിരിക്കും, PCM പ്ലസ് നോയിസ് ആയിരിക്കും ഇൻപുട്ട് ആയിട്ട് വരുന്നത്. പിന്നെ ഒരു റീജനറേഷൻ സർക്യൂട്ട് ഉണ്ട്, അതിനുശേഷം നമ്മൾ പാരലിനെ സീരിയലിലേക്ക് കൺവേർട്ട് ചെയ്തായിരുന്നു, തിരിച്ച് സീരിയൽ ഡേറ്റനെ പാരലിലേക്ക് കൺവേർട്ട് ചെയ്യണം ഡീകോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. സീരിയൽ ടു പാരലൽ കൺവേർട്ടർ, ദെൻ ഡീകോഡർ, എൻകോഡർ ഇവിടെ ഡീകോഡർ ആണ്. അവിടെ A to D കൺവേർട്ടർ ആണെങ്കിൽ ഇവിടെ തിരിച്ച് ഡിജിറ്റൽ ടു അനലോഗ് കൺവേർട്ടർ DQA, ദെൻ ലോ പാസ് ഫിൽറ്റർ, ആൻഡ് ദർ ഈസ് എ പൾസ് ജനറേറ്റർ അല്ലെങ്കിൽ പൾസ് ജനറേറ്റർ സർക്യൂട്ട്. ഇതാണ് ഒരു PCMന്റെ ഡീകോഡർ അല്ലെങ്കിൽ റിസീവർ സൈഡിൽ, അതായത് ട്രാൻസ്മിറ്ററിന്റെ ജസ്റ്റ് റിവേഴ്സ് പ്രോസസ്സ്. റിവേഴ്സ് പ്രോസസ്സ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഇൻപുട്ട് ആയിട്ട് വരുന്നത് വയേർഡ് വഴി ട്രാൻസ്മിറ്റ് ചെയ്ത് വരുന്ന PCM പ്ലസ് നോയിസ് കാണും. അതിന് നമ്മളൊരു റീജനറേറ്റീവ് സർക്യൂട്ട് യൂസ് ചെയ്തതിന് ശേഷം ആ വരുന്ന സീരിയൽ ഡേറ്റനെ പാരലൽ കൺവേർട്ട് ചെയ്യും. എന്നിട്ട് എന്തെങ്കിലും സെക്യൂരിറ്റി വെച്ചിട്ട് കോഡൊക്കെ കാണും, അത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതിനെ ഡീകോഡ് ചെയ്ത് അനലോഗിലേക്ക് കൺവേർട്ട് ചെയ്ത് എന്തെങ്കിലും ഫിൽറ്ററിങ് ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ഫിൽറ്റർ ചെയ്യും. അതാണ് ഒരു PCMന്റെ റിസീവർ സെക്ഷൻ അല്ലെങ്കിൽ ഡീകോഡർ സെക്ഷൻ എന്ന് പറയുന്നത്. ഇപ്പം ഈ ഡീകോഡറിന്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് തിരിച്ച് കോണ്ടൈസ്ഡ് എന്തായിരിക്കും, PCM ആയിരിക്കും ഇതിന്റെ ഔട്ട്പുട്ട് ആയിട്ട് വരുന്നത്. ഇവിടെ ഈ ബ്ലോക്കിൽ വരുന്നത് N ഡിജിറ്റ് PCM ഔട്ട്പുട്ട് ആയിരിക്കും. N ഡിജിറ്റ് PCM ഔട്ട്പുട്ട് ആയിരിക്കും ഇതിന്റെ സീരിയൽ ടു പാരലൽ കൺവേർട്ടറിന്റെ ഔട്ട്പുട്ടിൽ വരുന്നത്. ഇനി PCMന്റെ നമ്മൾ PCM എന്താണെന്ന് ഡിസ്കസ് ചെയ്തു. അതുപോലെ PCMത്തിന്റെ ട്രാൻസ്മിറ്റർ എക്സ്പ്ലെയിൻ ചെയ്തു, റിസീവർ എക്സ്പ്ലെയിൻ ചെയ്തു. ഇത് അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെ PCM ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. പ്രീവിയസ് ക്വസ്റ്റ്യൻസിലൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. അനലോഗ് ആൻഡ് ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷന്റെ സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. മോർ എക്സാം ഓറിയന്റഡ് വീഡിയോസ് അപ്ലോഡ് ചെയ്യും. താങ്ക് യു. ബിടെക് മെഡിസിൻ.